നടി ഹണി റോസിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ ബോബി ചെമ്മണൂരിന്റെ ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങി. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന ഉത്തരവിൽ ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർദ്ദേശം. ബോബി ഇന്ന് കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അഹമ്മദ് മുസ്തബ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുസ്തബ, ഇഫ് യു ജഡ്ജ് എ വുമൻ ബൈ ഹെർ അപ്പിയറൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഹെർ, ഇറ്റ് ഡിഫൈൻസ് യു. ഇത് പറഞ്ഞാണ് ആ ജഡ്ജ്മെന്റ് തുടങ്ങുന്നത്. അതായത് നിങ്ങളൊരു സ്ത്രീയെ അവളുടെ രൂപം കൊണ്ട് വിലയിരുത്തുകയാണെങ്കിൽ അത് അവളെയല്ല നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നത്, നിങ്ങളെ തന്നെയാണ് നിർവചിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ബോബി ചെമ്മണൂർ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയല്ലേ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും അമൃത സൂചിപ്പിച്ചതുപോലെ ഈ ഉത്തരവ് തുടങ്ങുന്നത് തന്നെ അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള ഡോക്ടർ സ്റ്റീവ് മാർബോളിയുടെ വിഖ്യാതമായ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇഫ് യു ജഡ്ജ് എ വുമൺ ബൈ ഹെർ അപ്പിയറൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഹെർ, ഇറ്റ് ഡിഫൈൻസ് യു. അതായത് അത് ആ പറയുന്ന വ്യക്തിയേക്ക് അപ്പുറത്ത് പറയുന്ന ആളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെയാണ് അത് വിലയിരുത്തപ്പെടുന്നതെന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വരി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് തുടങ്ങുന്നത്. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം നിലനിൽക്കും. ഏതൊരു മലയാളികൾക്കും ഈ FIS-ൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ വാക്കുകൾ ആര് വായിച്ചാലും അവർക്ക് ഈ ദ്വയാർത്ഥ പ്രയോഗം, ആ ധ്വനി അതിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുമെന്നുള്ള ഉൾപ്പെടെയുള്ള വരികൾ ഈ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ അത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ എല്ലാവരും എന്തെങ്കിലുമാണ്. ചില ആളുകൾ തടിച്ചിട്ടുണ്ടാവാം, ചില ആളുകൾ മെലിഞ്ഞിട്ടുണ്ടാകാം, ചില ആളുകൾ തടിച്ചവരും മെലിഞ്ഞവരും നീളം കൂടിയവരും നീളം കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആ തരത്തിൽ ഒരാളെയും, അത് ആണാവട്ടെ സ്ത്രീ ആവട്ടെ, പുരുഷനോ സ്ത്രീയോ എന്ന് വ്യത്യാസമില്ലാതെ ഒരാളെയും ശരീരത്തിന്റെ പേരിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് 50,000 രൂപ കെട്ടിവെക്കണം. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്, അത് പ്രധാനമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തുടർന്നും നടത്തരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കോടതി നൽകുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ അത് ജാമ്യം നിഷേധിക്കാൻ അത് കാരണമാകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നു. ഈ ഉത്തരവിനായി കാത്തിരിക്കുമ്പോൾ കടുത്ത ഉപാധികൾ, ജാമ്യ ഉപാധികൾ ഉണ്ടാകും എന്നായിരുന്നു നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സാധാരണ വ്യവസ്ഥകൾ മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതല്ലേ? ഇതിനകം തന്നെ പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും ഒക്കെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്തായാലും സറണ്ടർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പാസ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റു കർശനോപാധികൾ ഉണ്ടാകുമെന്നുള്ള ഒരു അതിനുവേണ്ടിയായിരുന്നു കാത്തിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉള്ള പരാമർശങ്ങൾ ഉള്ള സ്ഥിതിക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ എടുത്ത ഒരു സമയമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സാധാരണഗതിയിലുള്ള 50,000 രൂപയുടെ 2 മതിയായ ബോണ്ട്, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണമെന്ന് ഉൾപ്പെടെയുള്ള സാധാരണഗതിയിൽ പറയുന്ന ഉപാധികളുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ പറയുന്ന ഉപാധികൾ ലംഘിച്ചാൽ അത് പിന്നീട് ജാമ്യം റദ്ദാക്കപ്പെടാനുള്ള കാരണമാകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ കർശനമായ മറ്റ് ജാമ്യ അപേക്ഷകളിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവുകളിൽ നിന്ന് വിഭിന്നമായി ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഒരു ഉത്തരവ് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയാണ്. പക്ഷേ ചില പരാമർശങ്ങൾ കോടതി വളരെ വ്യക്തമായി തന്നെ സമൂഹത്തോടു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും ഒരാളെയും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഫീച്ചർ ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നത് ശരിയല്ല. അങ്ങനെ കമന്റ് ചെയ്യരുത്. ഏതെങ്കിലും തരത്തിൽ എല്ലാവരും നമ്മളൊക്കെ എന്തൊക്കെയാണ്, അത് ചില ആളുകൾ തടിച്ചതാവാം, മെലിഞ്ഞതാവാം, ഇരുണ്ട ആളുകളുണ്ടാകാം, അങ്ങനെ അല്ലാത്തവരുണ്ടാകാം. പക്ഷെ ഏതെങ്കിലും തരത്തിൽ എല്ലാവരും എന്തൊക്കെയാണ്, പക്ഷെ എന്നാൽ ആരും ഒന്നും തികഞ്ഞവരുമല്ല. ആ ഒരു അർത്ഥത്തിലുള്ള ചില പരാമർശങ്ങളുമുണ്ട്. എന്തായാലും ഉത്തരവ് പുറത്തിറങ്ങി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശ്വാസമാണ്. ബോബി ചെമ്മണൂരിനെ ഇനി 6 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് ജയിലിന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങുകയാണ്. അമൃത, അതേ, ഒരു മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ഒഴിവാക്കണമെന്ന് കോടതി പറയുന്നുണ്ട്. മുസ്തഫ, അതുപോലെ തന്നെ മനുഷ്യ ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ മനസ്സും അതുപോലെ തന്നെ മാറേണ്ടതാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി പറയുന്നുണ്ട്. അതുപോലെ ആണായാലും പെണ്ണായാലും മോശം കമന്റുകൾ ശരിയല്ല എന്നുള്ള കാര്യം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ബോബി ചെമ്മണൂർ ചെയ്തത് ശരിയായില്ല എന്ന് കോടതി കൃത്യമായി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
തീർച്ചയായും അദ്ദേഹം പറയുന്നത് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഈ വരികൾ പറയുന്നത്. അതായത് കമന്റ്സ് അബൌട്ട് ദ ബോഡി ഓഫ് എ പേഴ്സൺ ആസ് ടു ഫാറ്റ്, ടു സ്കിന്നി, ടു ഷോർട്ട്, ടു ടോൾ, ടു ഡാർക്ക്, ടു ബ്ലാക്ക് എക്സെട്ര ഷുഡ് ബി അവോയ്ഡഡ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് this is life, our bodies will change, our minds will change and our heart will change. Everybody should be vigilant while making comments about others, whether they are men or women. I leave it there. അത് അവിടെ നിർത്തുകയാണ്. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കോടതി നിരീക്ഷിക്കുകയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്തുത ഭാഗം പറയുന്നത്. അതിനു മുമ്പ് ചില നിർണായകമായ ഇതിലേക്ക് ജാമ്യം നൽകുന്നതിലേക്ക് നയിച്ച മറ്റു പല ഉത്തരവുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച ആശ്വാസമാണ്. പക്ഷേ കോടതി ചില കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം തന്നെ പറയുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഈ കാര്യങ്ങൾ ഒരു കുറ്റം ചെയ്തതായി മനസ്സിലാക്കുന്നുണ്ട്. അത് FIS വായിക്കുന്ന ആർക്കും അത് മനസ്സിലാകും. The petitioner is using word with double meanings. Any Malayali who reads the FIS can easily understand that the words used by the petitioner are with double meaning. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റം അത് നിലനിൽക്കും, അത് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി ഒപ്പം പറയുന്നുണ്ട്. എന്തായാലും ഈ മറ്റൊരു കാര്യം പറയുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ജാമ്യാപേക്ഷയിലും ഒരു സ്ത്രീ വിരുദ്ധമായ പരാമർശം അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കോടതി ചോദിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യവും ഇതൊക്കെ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പരാമർശം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. കോടതി പറയുന്ന ഒരു കാര്യം, ദിസ് കോർട്ട് ആൾസോ ഒബ്സർവ്ഡ് ദാറ്റ് ദ പെറ്റീഷണർ നീഡ് നോട്ട് ടേക്ക് ദ വക്കാലത്ത് ഓഫ് അതർ സിറ്റിസൺ അബൌട്ട് ദ റെക്കഗ്നീഷൻ ഓഫ് ദ ഡിഫാക്ടോ കംപ്ലൈന്റ് ഇൻ ദ സൊസൈറ്റി. അതായത് ഈ ഹണി റോസിനുമായി ഈ നടിക്കുമായി ബന്ധപ്പെട്ട് നടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമാന്യ മികവുണ്ട് എന്ന തരത്തിൽ സമൂഹത്തിൽ വേറെ ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഒരു ജാമ്യാപേക്ഷ നൽകുന്ന സമയത്ത് സമൂഹം അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വക്കാലത്ത് അത് എന്തായാലും ബോബി ചെമ്മണ്ണൂർ തൽക്കാലം അതിന് നിൽക്കേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള കാര്യം കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 14 പേജുള്ള ഒരു ജാമ്യ ഉത്തരവാണ്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലൊരു കടുത്ത ഉപാധി ഈ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ എങ്കിലും ചില കർശനമായ പരാമർശങ്ങൾ വളരെ സസൂക്ഷ്മമായി മുസ്തഫ, ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ ജാമ്യം നൽകരുത് എന്നായിരുന്നല്ലോ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിമാൻഡോടെ സന്ദേശം നൽകിയില്ലേ എന്ന് കോടതി ഒരു മറുചോദ്യം ചോദിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ കോടതി പറഞ്ഞതൊക്കെ ബോബി ചെമ്മണ്ണൂരിന് ബോധ്യപ്പെടും എന്ന് കരുതാമോ? അമൃത ഒരിക്കൽ കൂടി, ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ ജാമ്യം നൽകരുത് എന്നായിരുന്നല്ലോ പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിന് കോടതി ഒരു മറുചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിമാൻഡോടെ അത്തരത്തിലൊരു സന്ദേശം നൽകിയില്ലേ, അത് സമൂഹത്തിന് ബോധ്യപ്പെട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കൃത്യമായ ഈ ഉത്തരവിലൂടെ വിശദമായി തന്നെ കാര്യങ്ങൾ കോടതി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ബോബി ചെമ്മണ്ണൂരിന് ബോധ്യപ്പെടുമെന്ന് കരുതാമോ ഭാവിയിൽ? അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജാമ്യവ്യവസ്ഥയിൽ വിടുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ലഘുവായി ഇതിനെ കാണുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ സമൂഹത്തിന് അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പക്ഷേ ജഡ്ജി പറഞ്ഞത് ഇതിനകം തന്നെ അത് സമൂഹത്തിന് അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. അതിലൊരു കാര്യം ശ്രദ്ധേയമാണ്, ആദ്യ ദിവസം തന്നെ അങ്ങനെ റിമാൻഡിലേക്ക് ആണ് പോയത്. അന്ന് ജാമ്യം കിട്ടിയിട്ടില്ല. ആദ്യ ദിവസം തന്നെ റിമാൻഡിലേക്ക് പോയൊരു സാഹചര്യത്തിൽ ഇത് കർശനമായും പൊതുസമൂഹത്തിന് ഇതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു ബോധം സമൂഹത്തിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് കോടതി അപ്പോൾ പറഞ്ഞത്. എന്തായാലും ശക്തമായ വാദം ഇതിനകം തന്നെ കോടതിയിൽ നടന്നു എന്നുള്ളതാണ്. പക്ഷേ കോടതി ഉത്തരവിന്റെ വിശദമായ വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിക്കൊണ്ടിരിക്കുന്നത്.